+2 കഴിഞ്ഞു. ഇനി ഡിഗ്രി ഏതെടുക്കും? കോഴ്സുകളെ കുറിച്ച് യാതൊരു ഐഡിയയുമില്ല. ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എന്നാൽ ഇനി ടെൻഷൻ വേണ്ട, പരിഹാരമുണ്ട്. ആദിൽ സാറിന്റെ സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. ഹലോ എവ്രിവൺ, ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എക്സാം ഒക്കെ അടുത്തു തുടങ്ങി, എല്ലാവരും എക്സാമിന്റെ ഒരു ചൂടിലാണ് നമുക്കറിയാം. അപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് വേണ്ടത് ഒരു സ്റ്റഡി പ്ലാൻ ആണ്. സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ ആരും എക്സാം തോൽക്കില്ല. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. എന്നിരുന്നാലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും എക്സാം ക്രാക്ക് ചെയ്യാൻ. അപ്പോൾ ആ സ്റ്റഡി പ്ലാൻ എന്താണ്, എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. +2 റിസൾട്ട് വന്ന് ഡിഗ്രി ഏതെടുക്കും എന്നായിരിക്കും ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസിൻ്റെയും ഡൗട്ട്. കാരണം +2 ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ കടക്കുമ്പോൾ ഡിഗ്രി ഫസ്റ്റ് ടൈം ആയിരിക്കും എല്ലാവരും എഴുതുന്നുണ്ടായിരിക്കുക. അപ്പോൾ യാതൊരു ഐഡിയ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഓരോ സബ്ജക്റ്റിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ആദിൽ സാറിൻ്റെ ഫ്രീ ഡി ഫൗണ്ടേഷൻ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഒട്ടും വൈകിക്കേണ്ട, ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റഡി പ്ലാനിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആദ്യം സ്റ്റാർട്ട് ചെയ്ത് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ചിലവർ ഫോളോ അപ്പ് ചെയ്യുന്നത് മെയിൻ സബ്ജക്റ്റ്. ഇപ്പോൾ ഓരോ കോമൺ സബ്ജക്റ്റും മെയിൻ പേപ്പറും അങ്ങനെ ഒരുപാട് പേപ്പേഴ്സ് നമുക്കുണ്ടല്ലോ. അപ്പോൾ മെയിൻ പേപ്പേഴ്സ് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു പ്ലാനോട് കൂടെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എക്സാമിൻ്റെ ടൈമിൽ കറക്റ്റ് ഒരു ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ആദ്യത്തെ ഒരു കാര്യം, നിങ്ങളുടെ ടൈം ടേബിൾ, ഇപ്പോൾ ഡേറ്റ് ഷീറ്റ് എല്ലാവരുടെയും വന്നിട്ടുണ്ടായിരിക്കും. ആദ്യം നിങ്ങളുടെ ഡേറ്റ് ഷീറ്റ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഡേറ്റ് ഷീറ്റ് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് ടൈം ടേബിൾ കിട്ടുന്നില്ലെങ്കിലും ഏകദേശം ആ ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതൊക്കെ ഡേറ്റിലാണ് എക്സാം വരുന്നത്, ഏതൊക്കെ ഓർഡറിലാണ് എക്സാം വരുന്നത് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ മെയിൻ പേപ്പർ ഏത് ദിവസങ്ങളിലാണ്, അതുപോലെ കോമൺ പേപ്പർ ഏത് ദിവസങ്ങളിലാണ്, നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം. മെയിൻ പേപ്പറിന് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 6 ക്രെഡിറ്റ് ആണ് വരുന്നത്. കോമൺ പേപ്പറിൽ പലരും ഡിഫറെൻറ്റ് പേപ്പേഴ്സ് ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. നമ്മുടെ സ്റ്റുഡൻസ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസും ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനും 4 ക്രെഡിറ്റ് ആണ് വരുന്നത്. ബാക്കി എല്ലാ പേപ്പേഴ്സിനും 6 ക്രെഡിറ്റ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ 6 ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഫൈനൽ ഗ്രേഡ് ഷീറ്റിൽ വരുന്ന ഒരു ക്രെഡിറ്റ് ആണ്. അപ്പം അത്രയും ഒരു വാല്യൂ ആ ഒരു സബ്ജക്റ്റിനുണ്ട്. അപ്പോൾ 6 ക്രെഡിറ്റിൻ്റെ സബ്ജക്റ്റ് കുറച്ചധികം നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം. 4 ക്രെഡിറ്റിൻ്റെ പഠിക്കേണ്ടെന്നല്ല, എന്നിരുന്നാലും കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് 6 ക്രെഡിറ്റിൻ്റെ പേപ്പേഴ്സിന് കൊടുക്കണം. അപ്പോൾ 6 ക്രെഡിറ്റിൻ്റെ പേപ്പേഴ്സ് ഞാൻ പറഞ്ഞു, എൻവയോൺമെൻറ്റൽ സ്റ്റഡീസും ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഒഴികെ ബാക്കി എല്ലാ പേപ്പേഴ്സും 6 ക്രെഡിറ്റിൻ്റെ പേപ്പറാണ്. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ ഒന്ന് പ്ലാൻ ചെയ്യേണ്ടത്, നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, അതിൽ പല സ്റ്റുഡൻസിനും പല പേപ്പേഴ്സ് ആയിരിക്കും കുറച്ചും കൂടി ഈസി ആയിരിക്കുക. ചിലപ്പോൾ ടഫുള്ള പേപ്പർ, ഒരാളുടെ ടഫുള്ള പേപ്പർ ആയിരിക്കില്ല മറ്റൊരാൾക്ക് ടഫായിട്ട് വരാം. അപ്പം നിങ്ങൾക്ക് പേഴ്സണലി കുറച്ച് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ഏതാണെന്ന് നോക്കുക, അതിൻ്റെ എക്സാം ഡേറ്റ് നോക്കുക. എന്നിട്ട് നിങ്ങൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് പഠിച്ചു വയ്ക്കാം. അപ്പം അതുകൊണ്ട് നിങ്ങൾക്കുള്ള ഗുണം എന്ന് പറയുന്നത്, ഇപ്പം നമുക്കറിയാം നമുക്ക് 12 മുതൽ 19 വരെ എക്സാം ഉണ്ട്. അപ്പോൾ നല്ല ടൈം പീരീഡ് ഗ്യാപ്പ് ഉണ്ട് എക്സാമിന്. അപ്പോൾ നിങ്ങൾ ടൈം ടേബിൾ ഏകദേശം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തടുത്ത പല സബ്ജക്റ്റിന്, എനിക്ക് തോന്നുന്നു BCom അങ്ങനെ കുറച്ച് 2-3 സബ്ജക്റ്റിന് അടുത്തടുത്ത ദിവസങ്ങളിൽ എക്സാം വരുന്നുണ്ട്. അപ്പോൾ അവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 3 എക്സാം ഒക്കെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ 3 എക്സാമിനും ഇടയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടൈമില്ല. അപ്പോൾ നേരത്തെ കൂട്ടി തന്നെ അത് പഠിച്ചു വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. അത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എല്ലാവരോടും പറയാൻ കാരണം നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. എന്നിരുന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഓരോ സബ്ജക്റ്റിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ആ സബ്ജക്റ്റിനെ കുറിച്ചിട്ട്. എന്നിട്ട് വേണം നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടിയിട്ട്.
അതുപോലെ ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ല, ഒരുപാട് പോർഷൻ ഉണ്ട്, ഇതൊക്കെ എങ്ങനെ കവർ ചെയ്യും എന്ന് ആലോചിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മുടെ ഗൈഡ് ഫോക്കസ് ചെയ്യുക. ഗൈഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഗൈഡും അതിൽ വരുന്ന ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് ചെയ്ത് നോക്കുക. അത് മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പുറമെയുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ഒരു ടോപ്പിക്ക് വന്നാൽ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ നേരത്തെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഒരു സബ്ജക്റ്റ് ഇപ്പോൾ ഫാമിലിയുടെ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം ഫാമിലിയുടെ ഡെഫിനിഷൻ എഴുതുക, അതുപോലെ ടൈപ്സ് എഴുതുക, ക്യാരക്ടറിസ്റ്റിക്സ് എഴുതുക, ഫീച്ചേഴ്സ് എഴുതുക. അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്സാം വരുന്നത് സബ്ജക്റ്റീവാണ്. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സാം എഴുതേണ്ടതാണ് ഇഗ്നു യൂണിവേഴ്സിറ്റിയുടെ എക്സാം എന്ന് പറയുന്നത്. കാരണം 1-2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല, നമുക്ക് മിനിമം 5 തൊട്ട് 20 വരെ മാർക്സ് ആണ് ഓരോ ക്വസ്റ്റിനും വരുന്നത്. അപ്പം അത്യാവശ്യം നിങ്ങൾക്ക് അറിയാവുന്ന, ഇപ്പോൾ കറക്റ്റ് ആ ക്വസ്റ്റിൻ്റെ ആൻസർ അറിയില്ലെങ്കിലും അതുമായിട്ട് റിലേറ്റ് ചെയ്ത നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളെങ്കിലും നിങ്ങൾ എഴുതി വെക്കണം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വിടുക എന്ന് പറയുമ്പോൾ നമ്മൾ 10ഉം +2ഉം പാസ്സായ പോലെയല്ല, നിസ്സാര മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് അല്ല ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ വരുന്നത്. ഡിഗ്രി ഓൾമോസ്റ്റ് എല്ലാ കോഴ്സുകളും എല്ലാ യൂണിവേഴ്സിറ്റിയും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്ത് പഠിക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ മാത്രമാണ്, അതായത് പഠിക്കുന്ന സബ്ജക്റ്റിനും ഒരു ഓർഡർ വേണം. ഏത് സബ്ജക്റ്റാണ് ആദ്യം പഠിക്കേണ്ടത്. ഇപ്പോൾ ഒരു എക്സാം കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത എക്സാം വരുന്നതെന്ന് വെച്ചാൽ ആ പേപ്പർ ഇപ്പോൾ കുറച്ച് നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. കാരണം ആ 5 ദിവസത്തെ ഗ്യാപ്പിൽ നിങ്ങൾ ആ പേപ്പർ ഫോക്കസ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ അതിന് വളരെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അന്നേരം നന്നായിട്ട് ഫോക്കസ് ചെയ്യാം. ഒട്ടും ഗ്യാപ്പില്ലാത്ത എക്സാമുകൾ ഉണ്ടായിരിക്കും, അത് ആദ്യമേ നിങ്ങൾ കവർ ചെയ്ത് വെക്കാം. എല്ലാ സബ്ജക്റ്റിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ എല്ലാ സബ്ജക്റ്റും കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട, ഇനിയും ടൈമുണ്ട്, പഠിച്ചു തുടങ്ങിയിട്ടില്ല, എക്സാം പാസ്സാവൂ അങ്ങനെയുള്ള ടെൻഷൻസ് ഒന്നും വേണ്ട. ഇനിയും നമുക്ക് ടൈമുണ്ട്. ആകെ 8 സബ്ജക്റ്റ് നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നുള്ളൂ. അപ്പോൾ അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പഠിക്കുക. നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ പഠിക്കുക. എഫേർട്ട് ഇടുമ്പോൾ നല്ല രീതിയിൽ 100% എഫേർട്ട് ഇടാം. കാരണം ഒരു സബ്ജക്റ്റ് നോളേജ് കിട്ടുക എന്ന് പറയുന്നത് നമ്മൾ ഇഷ്ടത്തോടു കൂടെ പഠിക്കുക. എന്നിരുന്നാൽ മാത്രമാണ് നല്ല രീതിയിൽ ആ എക്സാം പാസ്സാവാൻ പറ്റുള്ളൂ. അപ്പം എന്തായാലും നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. ഇനി നല്ല രീതിയിൽ പാസ്സായിട്ട് വേണം എല്ലാവരും വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ ഇന്ന് തന്നെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഏകദേശം നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാനിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും. എനിവേ, താങ്ക് യു.